എൻ്റെ പുണ്യാളച്ച കാത്തോണേ, എൻ്റെ പ്രശ്നങ്ങളൊന്നും ഇനി എടുത്തു പറയണ്ടല്ലോ. അവിടത്തേക്ക് എല്ലാം അറിയാമല്ലോ. പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. എല്ലാം അവിടുന്ന് അറിഞ്ഞ് ചെയ്തേക്കണേ. 3-4 മെഴുകുതിരികൾ കൂടിൽ നിന്നും എടുത്ത് പുണ്യാളച്ചൻ്റെ രൂപത്തിലേക്ക് നോക്കി നിന്ന് ആ മെഴുകുതിരി നാളങ്ങളെല്ലാം ഒരുമിച്ച് കത്തിച്ച് തിരുമുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിലെ പുതിയൊരു തുടക്കത്തിന് തയ്യാറെടുക്കുകയായിരുന്നു അലീന. മെഴുകുതിരി നാളങ്ങൾക്കൊപ്പം അവളുടെ ഉള്ളിലെ ഒരുപാട് പ്രാർത്ഥനകളും ആവലാതികളുമാണ് അവിടെ ഉരുകി തീർന്നത്. ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ പള്ളിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. വേഗം തന്നെ പ്രാർത്ഥിച്ചിറങ്ങി. നാഗമ്പടം ബസ് സ്റ്റോപ്പിൽ നിന്നും അവൾ പാലായ്ക്ക് വണ്ടി കയറി. മനസ്സ് നിറയെ ഒരുപാട് പ്രതീക്ഷകളോടെയുള്ള യാത്രയാണത്. ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നതും പാലായ്ക്കുള്ള വണ്ടി അവിടെ ഉണ്ടായിരുന്നു. വേഗം തന്നെ കയറി ഒരു സൈഡ് സീറ്റിൽ തന്നെ ഇടം പിടിച്ചു. പ്രൈവറ്റ് ബസ്സിൻ്റെ സൈഡ് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ആനന്ദം വേറെയില്ലല്ലോ. പുറത്ത് ചെറുതായി ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷട്ടർ അടച്ചിടുന്നില്ലെന്ന അർത്ഥത്തിൽ ഇപ്പുറത്തിരിക്കുന്നവരൊക്കെ അവളെ നോക്കുന്നുണ്ട്. എന്നാൽ ചെറിയ ചാറ്റൽ മഴയത്ത് ആ മഴത്തുള്ളികൾ വന്ന് കണ്ണിൽ പതിക്കുമ്പോഴും പുറത്തെ കാഴ്ചകൾ കാണുമ്പോഴും ലഭിക്കുന്ന സന്തോഷം അലീനയ്ക്കെന്നും പ്രിയപ്പെട്ടതായിരുന്നു. കുറച്ചധികം കാലങ്ങളായി ഈ മഴയും രാവിലത്തെ കുളിരുമൊക്കെ അവൾക്ക് നഷ്ടമായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇതൊക്കെ വീണ്ടും അനുഭവിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം അവളുടെ ഉള്ളിൽ നന്നായി തന്നെയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇരമ്പലോടെ ബസ് സ്റ്റാർട്ട് ചെയ്തു. ഉടനെ തന്നെ സ്റ്റീരിയോ ഓൺ ആവുകയും ചെയ്തു. അതിൽ നിന്നും പാട്ടുകൂടി ഉയർന്നതോടെ സ്വർഗം. ഇങ്ങനെയൊരു യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? ഓരോ വഴികളിൽ എത്തുമ്പോഴും മഴയുടെ അളവ് കൂടിയും കുറഞ്ഞും വന്നു. മഴത്തുള്ളികളുടെ തെറിക്കൽ സഹിക്കാതെ ഇപ്പുറത്തിരിക്കുന്ന പലരും അനിഷ്ടത്തോടെ ഷട്ടർ താഴ്ത്തിയിടുന്നുണ്ട്. എന്നാൽ അതൊന്നും കണ്ടിട്ടും അലീന ഷട്ടറിൽ തൊടുക പോലും ചെയ്തില്ല. ആ മഴയും കാറ്റും ആസ്വദിച്ച് ആ സൈഡ് സീറ്റിൽ തലചായ്ച്ച് വച്ചിരിക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് കഴിഞ്ഞു പോയ പല പല സംഭവങ്ങളും കടന്നു വരാൻ തുടങ്ങി. 1.5 വർഷത്തെ ഡൽഹി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നാട്ടിലേക്കുള്ള ഈ വരവ് അത്രത്തോളം സന്തോഷമുള്ളതായിരുന്നില്ല എന്നതാണ് സത്യം. പത്തനംതിട്ടയിലെ ഒരു മലയോര ഗ്രാമത്തിൽ ജനിച്ചവളാണ് അലീന. കുട്ടിക്കാലം മുതലേ വീട്ടിൽ കേട്ടിട്ടുള്ളത് കഷ്ടപ്പാടുകളുടെ കഥകൾ മാത്രമാണ്. അപ്പച്ചൻ ജോസഫ് പള്ളി സ്കൂളിലെ ബസ് ഡ്രൈവറായിരുന്നു. അതുമാത്രമായിരുന്നു വീട്ടിലെ ആകെയുള്ള വരുമാനം. വല്ലപ്പോഴും മഠത്തിലെ അമ്മച്ചിമാർക്ക് വല്ലതും വച്ചു കൊടുക്കാൻ അമ്മ പോകും. അപ്പോൾ അമ്മയ്ക്കും എന്തെങ്കിലും തുച്ഛമായ തുക കിട്ടും. 4 മക്കളായിരുന്നു അപ്പച്ചന്. അതിൽ രണ്ടാമത്തെ ആളാണ് അലീന. മൂത്തവൻ അനീഷ്, അവൾക്ക് താഴെ അലോന, ആൽവിൻ എന്നിങ്ങനെ 2 പേരുകൂടി. +2 കഴിഞ്ഞപ്പോൾ തന്നെ മറിച്ചൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല. വീടിൻ്റെ ദാരിദ്ര്യം അത്രത്തോളം വലുതായതുകൊണ്ട് നേഴ്സിംഗ് തന്നെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. പള്ളിയിലെ അച്ഛൻ്റെ സഹായത്തോടെ തമിഴ്നാട്ടിൽ ജനറൽ നേഴ്സിംഗ് പഠിക്കാനായിപ്പോയി. അതും കടവും ലോണുമൊക്കെ എടുത്താണ് പഠിച്ചത്. അവിടെ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞാൽ വലിയ ശമ്പളമൊന്നും കിട്ടില്ലെന്ന്. തുടക്കത്തിൽ സ്റ്റൈഫൻഡ് ഇനത്തിൽ ആശുപത്രിയിൽ ജോലിക്ക് കയറിയപ്പോൾ കിട്ടുന്ന പൈസ ഹോസ്റ്റൽ ഫീസിന് പോലും തികഞ്ഞിരുന്നില്ല. പിന്നീട് കുറച്ചും കൂടി മെച്ചപ്പെട്ട ശമ്പളം കിട്ടിയെങ്കിലും നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ കയ്യിൽ ബാക്കിയാവുന്നത് കേവലം 400-500 രൂപ മാത്രമായിരിക്കും. പലപ്പോഴും കൂട്ടുകാരികളിൽ നിന്നും കടം വാങ്ങിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ഇരിക്കെയാണ് ഒരു കൂട്ടുകാരി വഴി ഡൽഹിയിലേക്ക് പോകുന്നത്. നാട്ടിൽ കിട്ടുന്നതിലും കുറച്ചുകൂടി വരുമാനം അവിടെ കിട്ടിയതുകൊണ്ട് മാത്രം 1.5 വർഷത്തോളം അവിടെ തുടർന്നു. എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ സൗദിയിലേക്കോ മറ്റോ പോകാമെന്നായിരുന്നു ആദ്യത്തെ ചിന്ത. ചില സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് പലയിടത്തും ബയോഡേറ്റ അയച്ചു കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ UK-യിലോ മറ്റോ പോയാൽ മാത്രമേ സാമ്പത്തികമായി രക്ഷപ്പെടൂവെന്നാണ് ഏജൻസിക്കാർ പറയുന്നത്. പക്ഷെ അതിന് നല്ല തുക വേണം. IELTS എഴുതണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ വേണം. അതിനുള്ള മാർഗമൊന്നും അവളുടെ കയ്യിലില്ല. വീട്ടിലെ ലോണും ബാക്കിയുള്ള ബാധ്യതകളും ഓർക്കുമ്പോൾ എങ്ങും തീരാത്ത ബുദ്ധിമുട്ടുകളാണ്. എങ്കിലും ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത് കുറച്ചധികം കഷ്ടപ്പെട്ട അവൾ കുറച്ച് പൈസ സേവ് ചെയ്ത് വച്ചിരുന്നു. UK പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം.
പണ്ട് മുതലേ ദൈവം അനുഗ്രഹിച്ച് പഠിക്കാൻ നല്ല കഴിവുണ്ടായിരുന്നു. ജീവിതത്തിൽ ആകപ്പാടെ കിട്ടിയ അനുഗ്രഹം അതാണെന്ന് അവൾക്ക് തോന്നിയിട്ടുമുണ്ട്. എന്നാൽ ആ സമയത്താണ് പ്രതീക്ഷകളെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നാട്ടിൽ നിന്നും ആ വാർത്ത എത്തുന്നത്. ചേട്ടൻ അനീഷിൻ്റെ കാലൊടിഞ്ഞ് കിടപ്പിലായി. അതും നാട്ടിലേതോ ഒരു കൂട്ടുകാരൻ്റെ ബൈക്ക് വാങ്ങിക്കൊണ്ടുപോയി ഇടിച്ചിട്ട് വണ്ടി തകർത്ത വകയിൽ ലക്ഷങ്ങളുടെ കടമായി. അമ്മയുടെയും തൻ്റെയും കുറച്ചുണ്ടായിരുന്ന സ്വർണമെല്ലാം വിറ്റാണ് വന്ന് ആ പ്രശ്നങ്ങൾ തീർത്തത്. അതിനായി താൻ കൂട്ടിവച്ചിരിക്കുന്ന പണവും കൊടുക്കേണ്ടി വന്നു. ചേട്ടനാണെങ്കിൽ ഒരു ജോലിക്കും പോകില്ല. കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുകയാണ് പണി. വല്ലപ്പോഴും കേറ്ററിങ്ങിനോ മറ്റോ പോയാലായി. ഇനി 1.5 കൊല്ലത്തേക്ക് കാലനക്കാൻ പറ്റില്ല, കമ്പിയിട്ടിരിക്കുകയാണ്. അപ്പച്ചൻ ജോസഫ് ആവട്ടെ 4 മക്കളോടും വലിയ സ്നേഹമില്ലാത്ത കൂട്ടത്തിലാണ്. അയാൾക്ക് സ്നേഹമോ വാത്സല്യമോ എന്താണെന്ന് അറിയില്ല. സ്നേഹം എന്നാൽ അയാൾക്ക് പണം മാത്രമാണ്. മക്കൾ കൊണ്ടുവരുന്ന ഓരോ രൂപയും എണ്ണി വാങ്ങാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാൾ. ശരിക്കും അലീന അയാൾക്കൊരു കറവപ്പശു ആയിരുന്നു. നഴ്സിങ്ങിന് വിട്ടത് തന്നെ അവളെക്കൊണ്ട് കൂടുതൽ പണം സമ്പാദിപ്പിച്ച് വലിയ വീടൊക്കെ വെച്ച് നാട്ടുകാരുടെ മുൻപിൽ പത്രാസ് കാണിക്കണമെന്ന ഉദ്ദേശത്തിലാണ്. അതൊക്കെയാണ് ജോസഫിൻ്റെ ആഗ്രഹം. ഡ്രൈവറായി ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ആ പണം അയാൾ വീട്ടിലേക്ക് എടുക്കാറില്ല. പല ആവശ്യങ്ങൾക്കും പൈസ കൊടുക്കേണ്ടത് അലീനയാണ്. അമ്മ ആനിയാവട്ടെ അപ്പച്ചനെ പേടിച്ച് കഴിയുന്ന ഒരു പാവ സ്ത്രീ. അപ്പച്ചൻ കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ പോലും അനുസരിക്കുന്ന സ്വഭാവം. അനിയത്തി അലോന ഇപ്പോൾ B.Pharm 1ാം വർഷം പഠിക്കുകയാണ്. അവളുടെ ഓരോ ഘട്ടത്തിലെ ഫീസും നോക്കേണ്ടത് അലീനയുടെ മാത്രം ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. വീട്ടിൽ അവൾക്ക് ആകെയുള്ള ആശ്വാസം വലിയമ്മച്ചി മാത്രമാണ്, അപ്പച്ചൻ്റെ അമ്മ. പ്രായത്തിൻ്റെ ആവലാതികൾക്കിടയിലും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എൻ്റെ കൊച്ച് എത്ര മെലിഞ്ഞുപോയി ദൈവമേ, ഈ കുടുംബത്തിൻ്റെ ഭാരമെല്ലാം ഈ പാവത്തിൻ്റെ തലയിലാണല്ലോ എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടുന്നത് വല്യമ്മച്ചി മാത്രമാണ്. ആ നെഞ്ചിലെ ചൂടാണ് അവൾക്ക് മുന്നോട്ട് ജീവിക്കാൻ അല്പമെങ്കിലും ഊർജം പകരാറുള്ളത്. വീട്ടുകാർ അടക്കമുള്ളവർ തന്നെ മുതലെടുക്കുകയാണെന്ന് അവൾക്കറിയാം. എങ്കിലും കുടുംബത്തോടുള്ള അളവറ്റ സ്നേഹം കാരണം അവൾ അതൊന്നും കാര്യമാക്കിയില്ല. ഇപ്പോൾ അവളുടെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും UK പോവുക. വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്ന പാടെ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും CV കൊടുത്തു. തിരുവനന്തപുരത്തെ വലിയൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് ആദ്യം വിളി വന്നു. അമ്മയുടെ ചേട്ടത്തിയുടെ മകൾ ജെന്നി എന്ന അഞ്ജു അവിടെ റിസപ്ഷനിസ്റ്റാണ്. ആ ഒരു റെക്കമെൻഡേഷൻ കൂടി ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ പല ഘട്ടങ്ങളിലും. കഴിഞ്ഞ നാളെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന വഴിയാണ് അവളിപ്പോൾ. ചേച്ചിയുടെ വീട് കോട്ടയം പാലായിലാണ്. നാളെ ജോയിൻ ചെയ്യേണ്ടതുകൊണ്ട് ചേച്ചിയുടെ കൂടെ ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് കരുതിയാണ് പാലായ്ക്ക് പോകുന്നത്. ഇന്നവിടെ നിന്ന് നാളെ രണ്ടാളും ഒന്നിച്ച് ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ക്ലിനിക്കിൽ ഒരു പാർട്ട് ടൈം ജോലി കൂടി നോക്കണം. ഹോസ്പിറ്റലിലെ ശമ്പളം കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ലെന്ന് അവൾക്കറിയാം. തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെ ക്ലിനിക്കുകൾ ഉണ്ടെന്നും പരിചയമുള്ള ചില ഡോക്ടർമാർ വഴി ജോലി ശരിയാക്കി തരാമെന്നും അഞ്ജു ചേച്ചി പറഞ്ഞിട്ടുമുണ്ട്. എറണാകുളത്തെ മറ്റൊരു ആശുപത്രിയിൽ 3000 രൂപ കൂടുതൽ ഓഫർ ചെയ്തിരുന്നെങ്കിലും അറിയാവുന്ന ഒരാൾ കൂടെയുള്ളത് ധൈര്യമാണല്ലോ എന്ന് കരുതിയാണ് തിരുവനന്തപുരം തിരഞ്ഞെടുത്തത്. ഫോൺ ശബ്ദിക്കുന്നത് കേട്ടാണ് അലീന ഓർമ്മകളിൽ നിന്നും ഉണർന്നത്. എടുത്തു നോക്കിയപ്പോൾ അമ്മയാണ്. വെളുപ്പിനെ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 5:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഒരു കട്ടൻ ചായ മാത്രം കുടിച്ച് ഡയറക്റ്റ് ബസ് ഉണ്ടായിട്ടും കോട്ടയത്ത് നാഗമ്പടത്തിറങ്ങി പുണ്യാളച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു പോകാമെന്ന് അവൾ തീരുമാനിക്കുകയായിരുന്നു. അത്രയേറെ അത്ഭുതങ്ങൾ ആ പള്ളിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് നൽകണമേ എന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഫോൺ കാതിലേക്ക് വെച്ചു. കൊച്ചേ, നീ എവിടെ എത്തി? അമ്മച്ചിയുടെ ആദ്യം നിറഞ്ഞ സ്വരം കാതിലെത്തി. ബസ്സിലാ അമ്മച്ചി. പള്ളിയിൽ കയറിയായിരുന്നോ? ആ കയറി. മെഴുകുതിരി കത്തിച്ചു. അവളാണോ? അപ്പുറത്ത് നിന്ന് ചാച്ചൻ്റെ ശബ്ദം കേൾക്കാം. ആ ബസ്സാണെന്ന് അമ്മച്ചി ഭവ്യതയോടെ പറയുന്നുണ്ട്. ഫോണിങ് താന്നേ. ഗാംഭീര്യമാർന്ന സ്വരത്തിൽ ചാച്ചൻ പറഞ്ഞതും മറുപുറത്ത് അമ്മച്ചി ഫോൺ അവിടേക്ക് കൊടുത്തതുമൊക്കെ അവൾ അറിയുന്നുണ്ട്. ബസ്സിലാണോടി? ഫോൺ എടുത്തതും ചാച്ചൻ ചോദിച്ചു. ആ ചാച്ച, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. എത്താറാകുന്നേ ഉള്ളൂ. ആ, ബസ് സ്റ്റാൻഡിൽ കയറി ഓട്ടോ ഒന്നും പിടിക്കാൻ നിൽക്കണ്ട. അവിടുന്ന് തന്നെ അവരുടെ പടിക്കലോട്ട് ബസ് കിട്ടും. അതിന് കയറിയാൽ മതി. പിന്നെ അവിടെ ചെന്നിട്ട് വല്ലതും കഴിച്ചാൽ മതി. ഇടയ്ക്ക് ഹോട്ടലിലൊന്നും കഴിച്ച് പൈസ കളയണ്ട കേട്ടോ. ഇനി ജോലിയൊക്കെ ചെയ്ത് ശമ്പളം കിട്ടണമെങ്കിൽ 1 മാസമാകും. കയ്യിലുള്ള പൈസ ആവശ്യമില്ലാതെ ചിലവാക്കാൻ നിൽക്കരുത്. ചാച്ചൻ്റെ ഉപദേശം എത്തി. ശരി, അവൾ പറഞ്ഞു. അല്ലേലും എതിർത്തോ വാശി പിടിച്ചോ മറുത്തു പറഞ്ഞോ അലീനയ്ക്ക് പണ്ട് മുതലേ ശീലമില്ല.
എന്നാ വച്ചോ, ചാച്ചൻ പറഞ്ഞു. അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തതും ആനിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം. ഇന്നലെ വൈകിട്ട് പോലും അവൾ നന്നായി ഒന്നും കഴിക്കാതെയാണ് കിടന്നത്. രാവിലെ എഴുന്നേറ്റ് പോവുകയും ചെയ്തതാണ്. ആകപ്പാടെ കുടിച്ചതൊരു കട്ടൻ ചായയാണ്. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ഉടനെ എന്തെങ്കിലും വാങ്ങി കഴിക്കണമെന്ന് പറയാനാണ് അവർ വിളിച്ചത് തന്നെ. ഉടനെ തന്നെ ഹോട്ടലിൽ നിന്നും കഴിക്കേണ്ടെന്ന ഭർത്താവിൻ്റെ ആജ്ഞയാണ് അവർ കേൾക്കുന്നത്. പാലാ ബസ് സ്റ്റോപ്പിൽ ചേർന്നാൽ എപ്പോഴും ഒന്നും അവരുടെ വീടിൻ്റെ ഭാഗത്തേക്ക് ബസ്സില്ല. പിന്നെയും കുറച്ച് സമയം നിന്നാലാണ് വണ്ടി കിട്ടുന്നത്. അത്രയും സമയം അവൾ വിശന്ന് നിൽക്കണമല്ലോ എന്ന് ഓർമ്മിച്ചപ്പോൾ ആ അമ്മയുടെ മനസ്സ് വേദനിച്ചു. പക്ഷേ ഭർത്താവിനെ എതിർത്ത് ശീലമില്ലാത്ത അവർ ആ വേദന ഉള്ളിൽ ഒതുക്കുക മാത്രമാണ് ചെയ്തത്. ഫോൺ വെച്ചതും ഒരു ദീർഘശ്വാസം എടുത്തു അലീന. ചാച്ചൻ പറയാൻ പോകുന്നത് ഇതൊക്കെ ആയിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. ആകെ കയ്യിൽ ചിലവിന് വേണ്ടി തന്നിരിക്കുന്നത് 3000 രൂപയാണ്. ഇതുകൊണ്ട് വേണം പരിചയമില്ലാത്തൊരു നാട്ടിൽ ഇനി 1 മാസം നിൽക്കാൻ. അതും ചിലവാകുമോ എന്ന പേടിയാണ് ചാച്ചന്. ജോലി ചെയ്യുന്നത് താനാണെങ്കിലും എപ്പോഴും ശമ്പളം മുഴുവൻ ചാച്ചൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതിൽ നിന്നും തൻ്റെ ആവശ്യത്തിനൊരു തുക നൽകും. അങ്ങനെയാണ് ഇന്നോളം. തൻ്റെ ഫോൺ പോലും റീചാർജ് ചെയ്ത് തരുന്നത് ചാച്ചനാണ്. ഈ കൂട്ടത്തിൽ ചാച്ചൻ അറിയാതെ ആകെ ചെയ്തിട്ടുള്ളത് ഡൽഹിയിൽ വെച്ചൊരു ചിട്ടി തുടങ്ങുക മാത്രമാണ്. അതും UK എന്ന സ്വപ്നം ഉള്ളിലുള്ളതുകൊണ്ട്. എൻ്റെ പുണ്യാളച്ച കാത്തോണെ. കഴുത്തിൽ കിടന്ന അന്തോണീസ് പുണ്യാളച്ചൻ്റെ കാശുരൂപം കൊളുത്തിയ കൊന്തയിലൊന്ന് പിടിച്ച് അവൾ പറഞ്ഞു. പക്ഷേ തൻ്റെ ജീവിതം അപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറുകയായിരുന്നുവെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. പുണ്യാളച്ചൻ അവളുടെ ജീവിതത്തിലേക്ക് മറ്റ് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴേക്കും നന്നായി വിശന്നു തുടങ്ങിയിരുന്നു. പക്ഷെ അവൾ ഒന്നും കഴിക്കാൻ നിന്നില്ല. ചാച്ചൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ താനത് ചെയ്താൽ ചാച്ചൻ അറിയാനൊന്നും പോകുന്നില്ല. പക്ഷേ എന്തോ കൊടുത്ത വാക്ക് തെറ്റിക്കാൻ മനസ്സ് വന്നില്ല. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. ആരോടെങ്കിലും ഒരു കാര്യമേറ്റാൽ അത് പിന്നെ ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല. ഭാഗ്യം കൊണ്ടായിരിക്കും ഇവിടെ ചെന്നപ്പോൾ തന്നെ അവരുടെ വീടിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ബസ് കിടപ്പുണ്ട്. നല്ല തിരക്കാണ്. എങ്കിലും അടുത്ത വണ്ടി വരുന്നത് വരെ കാത്തു നിൽക്കാൻ വയ്യ. അതുകൊണ്ട് വേഗം അതിലേക്ക് കയറിപ്പോയി. കയറിയിരിക്കാനുള്ള സ്ഥലമൊന്നും കിട്ടിയില്ല. തോൾ സൈഡിലെ സ്ലിംഗ് ബാഗിൽ നിന്നും വണ്ടിക്കൂലിക്കുള്ള കാശ് എടുത്തു വെച്ചു. കണ്ടക്ടർ വന്നതും അയാളുടെ കയ്യിലേക്ക് അത് വേഗം തന്നെ കൊടുക്കുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞതും ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. അവിടുന്ന് ഇറങ്ങി ഒരു ഇടവഴി കയറി വേണം വീട്ടിലേക്ക് എത്താൻ. അവിടേക്ക് ചെല്ലുമ്പോൾ എല്ലാം കുട്ടിക്കാലത്ത് ഇവിടെ വരുന്ന ഓർമ്മകളാണ്. അന്ന് അമ്മച്ചിക്കൊപ്പം ഇവിടെ വരാൻ വലിയ ഇഷ്ടമായിരുന്നു. ഒരിക്കലും ഒരു സ്നേഹക്കുറവും കാണിച്ചിട്ടില്ല വലിയ ആൻറ്റി. അമ്മച്ചിയുടെ ചേട്ടത്തിയാണ്. അമ്മച്ചിക്ക് വേറെയുമുണ്ട് 2 അനിയത്തിമാരും ഒരാങ്ങളെയും ഒക്കെ. അവരൊക്കെ നല്ല രീതിയിലാണ് കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. വലിയ ആൻറ്റിയേക്കാൾ സാമ്പത്തിക സ്ഥിതി കൂടിയവരാണ് അവരൊക്കെ. പലപ്പോഴും അവരുടെ വീടുകളിലൊക്കെ അവധി സമയങ്ങളിൽ നിൽക്കാൻ പോകുമ്പോൾ പലതരത്തിലുള്ള അവഗണനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും ചെറിയ ആൻറ്റി അത്യാവശ്യം നല്ല ഒരു കുടുംബത്തിലേക്കാണ് കെട്ടിച്ചു വിട്ടത്. ഒരിക്കൽ വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരവധിക്കാലത്ത് കുഞ്ഞാൻറ്റിയുടെ വീട്ടിൽ തന്നെയും അനുജത്തി അലോനയെയും അമ്മച്ചി കൊണ്ടുപോയി നിർത്തി. ആ സമയത്ത് തങ്ങൾ ഉപയോഗിക്കുന്ന തോർത്തെടുക്കരുതെന്ന് സ്വന്തം മക്കളോട് രഹസ്യമായി കുഞ്ഞാൻറ്റി പറയുന്നത് കേട്ടതാണ്. ഇപ്പോഴും അതുണ്ട് മനസ്സിൽ. അതൊക്കെ കൊണ്ട് അവരോട് മാനസികമായ ഒരു അടുപ്പക്കുറവുമുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പൈസ ഇല്ലാത്തത് കൊണ്ട് സ്വന്തം ബന്ധുക്കൾക്കിടയിൽ പോലും പലപ്പോഴും നിന്ദനമേൽക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥകളുണ്ട്. അന്നും ഇന്നും ഒന്നിനും പ്രതികരിച്ച് പഠിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും അവരൊക്കെ ചിരിച്ചു മോളേന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കും. ചിലപ്പോൾ അതൊന്നും തനിക്ക് ഓർമ്മയില്ലെന്നാണ് അവർ വിചാരിക്കുന്നുണ്ടാകുക. പക്ഷെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഇന്നും ഉണ്ട്. അന്നും ഇന്നും ഇവിടേക്ക് കയറി വരുമ്പോൾ ഒരിക്കലും ദുർമുഖം കാണിക്കാതിരുന്നിട്ടുള്ളത് വല്യാൻറ്റി മാത്രമാണ്. അതൊരു വലിയ സന്തോഷമാണ്. നമ്മളോട് എത്ര ദേഷ്യമുണ്ടെങ്കിലും നമ്മൾ അവരുടെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഒരു ആതിഥ്യ മര്യാദയുടെ പേരിലെങ്കിലും നമ്മളോട് സ്നേഹം കാണിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഓരോന്നാലോചിച്ച് വീടെത്തിയത് അറിഞ്ഞില്ല. നീ ഇത്ര രാവിലെ ഇങ്ങ് എത്തിയോടി? പുളി ഉണക്കാനുള്ളത് എടുത്തുകൊണ്ട് വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി വലിയാൻറ്റി ചോദിച്ചപ്പോഴാണ് ബോധം വന്നത്. വെളുപ്പിനെ കയറിയത് ആൻറ്റി. നാഗമ്പടത്തും കൂടി ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ അവിടെ തിരക്കായിരിക്കുമെന്ന് വിചാരിച്ച് നേരത്തെ ഇങ്ങ് പോന്നതാ. അലീന ചിരിയോടെ പറഞ്ഞതും അവളുടെ കയ്യിലിരുന്ന ബാഗ് സ്നേഹപൂർവ്വം വാങ്ങിയിരുന്നു മോളിക്കുട്ടി. അഞ്ജു ചേച്ചി എന്തിയേ? ഇന്ന് ഇടദിവസമല്ലേ? ഒറ്റ കുർബാനയേ ഉള്ളൂ. അവൾ രാവിലത്തെ കുർബാനയ്ക്ക് പോയി. വൈകുന്നേരം ഏതാണ്ടൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ്.
പോകുമ്പോൾ കൊണ്ടുപോകാൻ നീ പള്ളിയിൽ പോയില്ലായിരുന്നോ? ഇല്ല, ഇന്നത്തെ കുർബാന മുടങ്ങി. അതുകൊണ്ട് പുണ്യാളച്ചനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ചു. അവൾ പറഞ്ഞു. നീ വല്ലതും കഴിച്ചിരുന്നോടി? അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെങ്ങനെ? നിന്റെ പിശുക്കൻ തന്ത പറഞ്ഞു കാണും, ഹോട്ടലിലൊന്നും കയറണ്ട, ഇങ്ങോട്ടല്ലേ വരുന്നത് എന്ന്, അല്ലേ? കൃത്യമായി മനസ്സിലാക്കിയതുപോലെ മോളിക്കുട്ടി ചോദിച്ചപ്പോൾ അറിയാതെ ചിരിച്ചു പോയിരുന്നു അലീന. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതൊരു നാട്ടിൻ പുറത്തെ പെൺകുട്ടിയുടെ, നമ്മൾക്ക് പലർക്കും അറിയാവുന്ന ഒരാളുടെ ഒക്കെ കഥയായിട്ട് തോന്നും കേട്ടോ. അതായത് എനിക്ക് പരിചയമുള്ളൊരു നേഴ്സുണ്ട്, അങ്ങനെ കുറച്ച് പേരുടെ കഥ കേട്ടോ.